ശ്രീ നൌഷാദ് അലി, ഇവിടെ ഇപ്പോ നരസിംഹറാവുവിന് ഭാരതരത്ന കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രിക്ക് ഭാരതരത്ന കൊടുത്തു എന്നുള്ളതാണ്. അത് കോൺഗ്രസിനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണോ? നരസിംഹറാവു 1996 ശേഷം കോൺഗ്രസിൽ നിന്ന് ഒരു അന്യവൽക്കരണം നേരിട്ട നേതാവാണ് എന്ന് മാത്രമല്ല, സമീപകാലത്താണ് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ BJP പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹറാവു എന്ന്. അപ്പോൾ നിങ്ങൾ നരസിംഹറാവുവിന്റെ സ്ഥാനലബ്ധിയെ, ഈ പുരസ്കാര ലബ്ധിയെ സന്തോഷത്തോടെയാണോ കാണുന്നത്, അതോ BJPയുടെ ട്രിക്കായിട്ടാണോ കാണുന്നത്? ഞാൻ അഭിലാഷ, ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാനതിന് മറുപടി പറയുക തന്നെ ചെയ്യും. ഞാൻ അതിന് മുമ്പായിട്ട് ശ്രീ ഗോപാലകൃഷ്ണനോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ കുറേ ചർച്ചയിലായിട്ട് വന്നിരുന്ന് പറയുന്നുണ്ട്, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ മകൾ മണിബെൻ പട്ടേൽ ഡൽഹിയിൽ പിച്ചതണ്ടി നടന്നപ്പോൾ എന്നൊക്കെ. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്ന് ഓർത്ത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഈ മണിബെൻ പട്ടേലിൻ്റെ കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, വല്ലഭായ് പട്ടേലിൻ്റെ മകൾ 52 മുതൽ 57 വരെ കോൺഗ്രസ് ടിക്കറ്റിൽ പാർലമെൻറ്റ് അംഗമാണ്. 57 തൊട്ട് 62 വരെ കോൺഗ്രസ് ടിക്കറ്റിൽ പാർലമെൻറ്റ് അംഗമാണ്. 62-ൽ മത്സരിച്ചപ്പോൾ നിങ്ങളുടെ ജനസംഘവും സ്വരാജ് പാർട്ടിയും ചേർന്ന് അവരെ തോൽപ്പിച്ചു. അപ്പോൾ 64-ല് കോൺഗ്രസ് അവരെ രാജ്യസഭാ അംഗമാക്കി. 70 വരെ അവർ രാജ്യസഭാ അംഗമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് മണിബെൻ പട്ടേലിൻ്റെ ചരിത്രം. അവർ പിന്നെ ഗാന്ധിജിയുടെ ഏറ്റവും വിശ്വസ്തയായ ശിഷ്യയായിരുന്നു. ഗാന്ധിജിയുടെ കൂടെ യൂറോപ്പ് പര്യടനം അടക്കം നടത്തിയ വലിയ ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു സ്ത്രീയാണ്. നിങ്ങൾ അവരെ പിച്ചതണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിക്ക് അവരെ ഇകഴ്ത്തി കാട്ടിയതുകൊണ്ട് എന്ത് കാര്യമോ? ചരിത്രത്തോടൊക്കെ ഇങ്ങനെയൊന്നും കൊഞ്ഞനം കുത്തരുത്. പിന്നെ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഒന്നല്ല. അത് 1952-ലോ 50-കളിലോ തൊട്ട് അധ്വാനിച്ച് പരിശ്രമിച്ച് ആളുകളെ ഏകോപിപ്പിച്ച് ആ ആശയം പകർന്ന് നൽകി രൂപപ്പെടുത്തിയ ഒന്നാണ്. അതിൻ്റെ പ്രഖ്യാപനമുണ്ടായത് 60-കളുടെ ആദ്യത്തിലാകാം. പക്ഷേ അത് ആ സുപ്രഭാതത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ തലയാഴ്ചയിലോ രൂപപ്പെട്ട ഒന്നല്ല. നെഹ്റു അതിനുവേണ്ടി ലോകമാകമാനം പര്യടനം നടത്തിയിരുന്നു, പല ആളുകളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു, വലിയ ആശയപ്രചരണമൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നെഹ്റു തിരിച്ചു വന്നൊരു വേളയിലാണ് നേരത്തെ പറഞ്ഞ പോലെ രാജേന്ദ്ര പ്രസാദ് ഇത്തരത്തിലൊരു അത്താഴ വിരുന്നിനിടയിൽ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഇനി നരസിംഹറാവുവിന് ഭാരതരത്ന കിട്ടിയതിൽ കോൺഗ്രസിൻ്റെ നിലപാടെന്താണെന്ന് ചോദിച്ചത്. ഞങ്ങൾ നരസിംഹറാവു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവും കോൺഗ്രസിൻ്റെ ഒരു പ്രധാനമന്ത്രിയും കോൺഗ്രസിൻ്റെ വ്യത്യസ്തമായ ഭരണങ്ങളിൽ ധനമന്ത്രി പദവി അടക്കമുള്ള വലിയ പദവികൾ വഹിച്ച ആളൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവിലോ വലിപ്പത്തിലോ ഒന്നും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തുണ്ടായ ബാബരി മസ്ജിദിൻ്റെ തകർച്ചയിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് വലിയ വിയോജിപ്പും അഭിപ്രായ ഭിന്നതയും വേദനയുമുണ്ട്. അത് പലപ്പോഴായിട്ട് കോൺഗ്രസ് പാർട്ടി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്തൊരു നേതാവിനെ കുറിച്ച് വ്യത്യസ്തങ്ങളായ കമൻറ്റുകളൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഒരു നിലപാടാണ് എന്നതിനെ ചിത്രീകരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം പണ്ഡിറ്റ് നെഹ്റുവിനെയും മഹാത്മാഗാന്ധിയെയും വരെ വിമർശിച്ച ഒരുപാട് നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത്തരം കമൻറ്റുകളെ സാമാന്യവൽക്കരിക്കേണ്ട കാര്യമില്ല. നരസിംഹറാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവ്, AICC പ്രസിഡന്റ്, ഈ കോൺഗ്രസ് പ്രതിനിധിയായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒക്കെ ആയിരുന്ന ആളാണ്. അതൊക്കെ ഒരു വസ്തുതയാണ്. അതിനെ കണ്ടില്ല എന്ന് നിങ്ങൾ നടിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല എന്നാണ് അഭിലാഷ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ഇതിന്റെ കഥാകഥനം. റാവുവിന്റെ അവസാന കാലം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലം അല്ലല്ലോ. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിമാരിൽ ഡൽഹിയിൽ സമാധിയില്ലാത്ത അല്ലെങ്കിൽ ഡൽഹിയിൽ സ്മാരകമില്ലാത്ത ഒരു നേതാവ് വേറെ ഉണ്ടോ? 5 വർഷം പ്രധാനമന്ത്രിയായ ആദ്യത്തെ നെഹ്റു കുടുംബത്തിൽ നിന്ന് അല്ലാതെ 5 കൊല്ലം കണ്ടിന്യൂസ് ആയി പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് ഇദ്ദേഹം. നമുക്കറിയാം 98-ൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ സീതാറാം കേസരി അതിന് കാരണം പറഞ്ഞത് ബാബറി മസ്ജിദ് പൊളിച്ചതാണ്. 24 അക്ബർ റോഡിലെ കോൺഗ്രസിന്റെ ആസ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ ശവമഞ്ചം കയറ്റാൻ പോലും 2004-ൽ അദ്ദേഹം മരിച്ച സമയത്ത് കോൺഗ്രസ് തയ്യാറായിരുന്നില്ല എന്നുള്ളതൊരു ചരിത്ര സത്യമാണ്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ സമീപകാല ഭൂതകാലത്തിൽ കോൺഗ്രസ് മറക്കാൻ ആഗ്രഹിക്കുന്ന, ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവിനെയാണ് BJP പുരസ്കരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിന്റെ സവിശേഷത. അല്ല, നിങ്ങൾ അങ്ങനെയൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നതിനെയൊന്നും എതിർക്കാൻ ഞാൻ ആളല്ല. പക്ഷെ ഞാൻ എൻ്റെ നിലപാടാണ് പറയുന്നത്. നരസിംഹറാവുവിൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബം അഭിലഷിച്ചതിനനുസരിച്ച് വളരെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. അവരെന്താണോ തീരുമാനിച്ചത് അതിനനുസരിച്ചാണ് ആ കാര്യങ്ങളൊക്കെ. കുടുംബത്തെ അറിയിച്ചതായിട്ട് എനിക്കറിയില്ല. മക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, കോൺഗ്രസ് പാർട്ടി
കോൺഗ്രസ് പാർട്ടിയെ അത്തരമൊരു ആവശ്യമായിട്ട് സമീപിച്ച് കോൺഗ്രസ് അതിനെ നിഷേധിച്ച് അത്തരത്തിലൊരു സമീപനം കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നൊരു പ്രശ്നമില്ല. കാരണം അത്തരമൊരു നയമോ രീതിയോ ഒന്നും കോൺഗ്രസ് പാർട്ടിക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ അവിശ്വസനീയമായ ഓരോ കള്ളങ്ങൾ മാത്രമാണ്. പിന്നെ സ്വാഭാവികമായിട്ടും കൂട്ടി വായിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള എക്സ്ക്ലൂസീവുകൾക്ക് പുറകെയാണ് മാധ്യമങ്ങളായാലും മറ്റു രാഷ്ട്രീയ നിരീക്ഷകരായാലും പോകാറുള്ളത്. അതിന്റെ ഭാഗമായിട്ട് മാത്രമേ ഞാനതിനെ കാണാൻ താല്പര്യപ്പെടുന്നുള്ളൂ. ശരി, ഓക്കെ.